ഇന്തോനേഷ്യയിലെ ലോംബോക്ക് ഐലൻഡില് എയർപോർട്ടിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയതാണ്, ഹൈവേ കൂടെ. അപ്പൊ ഒരു കാഴ്ച കണ്ടു. ഒരു കുളത്തിന് ചുറ്റുഭാഗം കുറെ ആൾക്കാർ ഇരുന്നിട്ട് മീൻ പിടിക്കുക. അപ്പൊ അത് കാണാനായിട്ട് വന്നതാണ്. അതിന്റെ കാഴ്ചകൾ കാണണോ? എന്താ സംഭവം എന്നോ? 10,000 പിന്നെ ഇവിടുത്തെ ഇന്തോനേഷ്യൻ റുപ്യ കൊടുത്തു കഴിഞ്ഞാല് ഇതിൽ പങ്കെടുക്കുക. ചൂണ്ടലും വേണം, അവനാനും പങ്കെടുക്കുക. പിന്നെ കിട്ടിയ മീൻ അവനാനും കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു പരിപാടിയാണിത്. ഓരോരോ റൗണ്ട് ആയിട്ടാണ് ഇത് ഇങ്ങനെ തുടങ്ങണത്. അപ്പൊ ഒരു 10 മിനിറ്റോളം ഉണ്ടാവും. അതിൽ മീൻ കിട്ടി അവനാനും കൊണ്ടുപോവാ. പിന്നെ വീണ്ടും അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും 10,000 റുപ്യ കൊടുത്താല് വീണ്ടും ചൂണ്ടലിടാം. അപ്പൊ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. കുളത്തിന് ചുറ്റുഭാഗം നിറയെ ആൾക്കാരാണ്. എല്ലാവരുടെ കയ്യിലും നല്ല ചൂണ്ടലും ഉണ്ട്. പല പ്രായക്കാരാണ്, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് മീൻ കിട്ടും കേട്ടോ. 2-3 കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോവാ. വീണ്ടും അടുത്ത റൗണ്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഒരു നിശ്ചിത സമയമുണ്ട്, അതിന്റെ ഉള്ളിൽ കിട്ടിയാ കൊണ്ടുപോവാ മീന്. എല്ലാ ദിവസവും ഉണ്ടല്ലോ അത് ഈ പരിപാടി. അവിടെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ കിട്ടി. അതാണ് കേട്ടോ, വലിയ മീനെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, അവിടെ കിട്ടിയിട്ടുണ്ട്. കുളത്തുനിന്ന് വേറെടുത്താണ്. കുളത്തിൽ കുടുങ്ങി കേട്ടോ. ചില ആളുകൾ കിട്ടിയ മീനിനെ ഇതിക്ക് തന്നെ തിരിച്ചിടുന്നുണ്ട്. അവർക്ക് ഇത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, ഇതിക്ക് തന്നെ തിരിച്ചിടുകയും ചെയ്യും. നല്ല പുകവലിക്കാരാട്ടോ ഇന്തോനേഷ്യക്കാര്. പിന്നെ അപ്പുറത്തൊരു താത്ത ചായ കച്ചവടം നടത്തുന്നുണ്ട്. സിസ്റ്ററും ഇതൊക്കെ വിൽപ്പനയുണ്ട്. അതൊക്കെ വേണ്ടവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ചൂണ്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. എന്തായാലും ഇതൊരു കൗതുക കാഴ്ചയായി, ഒരു വ്യത്യസ്തമായ കാഴ്ച. ഹൈവേ ഉണ്ട്, അപ്പുറത്ത് കൂടെ വാഹനങ്ങൾ പോണത് ഹൈവേ ആണ്. ഈ കുളത്തില് മുഴുവൻ തിലോപ്പിയ മീനുകളാണ് കേട്ടോ. വേറെ മീനുകളൊന്നുമില്ല, തിലോപ്പിയ മാത്രമേ ഉള്ളൂ. തിലോപ്പിയാണിതേ. 3 കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. നല്ല മീൻ പിടുത്തക്കാരനാട്ടോ. 3 മീനാണ് ഒരാൾക്ക് കിട്ടിയത്.